ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എടുത്തെടുത്ത് വന്നപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കൂടെ എങ്ങോട്ടേക്കാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പർച്ചേസിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഫുഡടി മെയിൻ ആണല്ലോ. അപ്പം ഞാനും ദേവിയും വിനയും കൂടെ ആയിട്ട് ബസ്സിൽ പോവുകയാണ്. അവളുമാർ ചവറയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരുടെ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പോണ വഴിയിൽ കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയുടെ അനിയത്തിയുടെ കുറച്ച് അസൈൻമെൻറ്റ്സ് നമ്മുടെ ഇഗ്നോ ഉണ്ടല്ലോ, കോളേജ് ജംഗ്ഷനിലുള്ള ഇഗ്നോയിൽ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ പോകാനായിട്ട്. വില അങ്ങ് കൂട്ടും നമ്മൾ കയറുമ്പോൾ. അങ്ങനെ നമ്മൾ ഇഗ്നോയിൽ വന്നിട്ട് അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല. കാര്യം ഞാനും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കോളേജ് ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്കിതുവരെ അവിടെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോണത്. അങ്ങനെ എന്തായാലും കുറേ അധികം അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അവർ നമ്മൾ എഴുതേണ്ട ബുക്കിനകത്തായിരുന്നു കേട്ടോ അവർ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ എഴുതി കഴിയുന്നിടം വരെ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മളെല്ലാം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് ലാഗേ ഉണ്ടായിരുന്നുള്ളൂ. ലാഗൊന്നും പറയാനില്ല, എങ്കിലും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അസൈൻമെൻ്റ് എല്ലാം വെച്ചിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. നമ്മളിനി അടുത്ത പർച്ചേസിങ്ങിന് പോകാനായിട്ട് കൊട്ടിയത്തുള്ള സിംപ്ലയിലാണ് കേട്ടോ നമ്മൾ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പം കൊല്ലത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും കൊട്ടിയത്തുള്ള സിംല. അപ്പം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അങ്ങനെ ദാഹിച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മൾ കടയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി പ്ലാൻ ചെയ്താണ് കേട്ടോ നമ്മൾ വന്നത്. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് അടുത്ത്. അപ്പോൾ ഈ ഇടയ്ക്കായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഉടുക്കാൻ വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ കണ്ണങ്ങയിനെ തുടക്കി കേട്ടോ. കാര്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു കളർ കോംബോയും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആക്ച്വലി അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവളും ഞാനും തമ്മി ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഫൈനലി ഞാനാണ് ആ സാരി എടുത്തത്, അവൾ വേറെ സാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 3 പേരും സാരിയൊക്കെ എടുത്തിട്ട് പിന്നെ ഫാൻസി സെക്ഷനിലേക്ക് പോയി. എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് തന്നെ പറയാം കേട്ടോ ഈ നെയിൽ പോളിഷ് എവിടെ കണ്ടാലും ഞാനത് മേടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നിന്ന് തപ്പിപ്പറക്കി ഒരു 2 നെയിൽ പോളിഷ് ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് കുറച്ച് ടൈം വേണം ഈ നെയിൽ പോളിഷൊക്കെ എടുക്കാനായിട്ട്. കാര്യം ഒരെണ്ണം ഇഷ്ടപ്പെട്ട പിന്നെ അടുത്ത് കാണുമ്പോൾ അടുത്ത് എൻ്റെ കണ്ണങ്ങോട്ടൊക്കെ ഉടക്കും. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ നെയിൽ പോളിഷ് സെലക്ട് ചെയ്ത് 2 എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത് മോതിരം സെക്ഷനിലേക്ക് പോയി. അതും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എവിടെ ഞാൻ റിങ് കണ്ടാലും ഞാനത് മേടിക്കും. അത് എനിക്ക് കണ്ണിൽ പിടിക്കണം, അത് മാത്രമേ ഞാനത് ചൂസ് ചെയ്യത്തുള്ളൂ. അതിന് അവളുമാരെന്നെ കളിയാക്കുകയാണ് കേട്ടോ. എവിടെ പോയാലും ഇത് വാരിപ്പറക്കി എടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എൻ്റെ ഒരു ടോപ്പ് തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് മാച്ചാവുന്ന ഒരു പാൻറ്റ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ആ സെക്ഷനിലേക്ക് പോയി. ഒരു പാൻറ്റ് അത് ഞാൻ ചൂസ് ചെയ്തിട്ടോ. സിംലയിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും എവിടെ എങ്ങനെയാണെന്ന് പോലും നമുക്ക് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. അങ്ങനെ ബില്ലിംഗ് സെക്ഷനൊക്കെ എവിടെ നമ്മളും ചോദിച്ചും പറഞ്ഞു ഒക്കെയാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ ഫൈനലി അതൊക്കെ ബില്ല് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ ഇപ്പം കൊല്ലത്തിൽ ലുലുമോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കയറാതെ വരുന്ന മോശമല്ലേ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് കയറാമെന്ന് വെച്ചു.
സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അവശ്യ നിലയിലാണ് കേട്ടോ. 3 പേരും അത്രയും കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട് നമുക്ക് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ കൂടെ വിശപ്പ് 1 മണി 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും. അത്രയും ടയേർഡായ ഒരു പരുവായിട്ടാണ് കേട്ടോ ഇതിനകത്ത് കയറുന്നത്. ആ ചൂടത്തുനിന്ന് പെട്ടെന്ന് AC-യിലേക്ക് കയറിയപ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും സ്വർഗ്ഗമായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ ദാ കിടക്കുന്നടാ KFC. ഇവിടെ ഇന്ന് ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് 3 പേരും ഇവിടെ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹൈപ്പർ മാർക്കറ്റിലല്ല, ഫുഡ് കോർട്ടിലാണ് കേട്ടോ. അവിടെ നിന്ന് വല്ലതും മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിരാശപ്പെട്ടു. എന്താണ് കേസ് ഇത് തുറക്കാത്തത്? തുറക്കൂ സീസേ. ഇവിടെ കാണാൻ മുത്ത് എനിക്ക് നോക്കടി. തുറക്കുവിൻ മുട്ടുവിൻ തുറക്കപ്പെടും. എടി അത് ഫയർ ലിഫ്റ്റ്. അവര് വരുന്നടി, അവര് വരും. ആ തുറന്ന് 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 ഇല്ല അങ്ങോട്ട് നോക്കടി. നോക്കടി നോക്കടി. കണ്ട് വാരി എടുക്കാൻ ഫുഡ് കോർട്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്കും നമുക്ക് പറ്റുന്ന ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോഴത്തേക്കും പയ്യെ അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഇത് എന്താ 3 സ്പൈസി ഷവർമ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ വിശന്നിട്ടാണേ കണ്ണും കാണാൻ വയ്യാത്ത അവസ്ഥയെന്നൊക്കെ പറയൂലേ. അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ലായിരുന്നു. ആ ചേട്ടനോട് പറയുമായിരുന്നു ഒന്ന് വേഗം തരുമോ, ഇപ്പം കിട്ടുമോ എന്ന് ചോദിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. കാര്യം അത്രയും വിശക്കുന്നുണ്ടായിരുന്നു നമുക്ക് 3 പേർക്കും. ഫൈനലി അത് കിട്ടിയിട്ട് ഇനി ഇതും കൊണ്ട് മേളിൽ പോകണമല്ലോ, ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിച്ചാണ് കേട്ടോ പോണത്. അങ്ങനെ ഫൈനലി ലിഫ്റ്റ് കയറി മേളിൽ വന്നിട്ടുണ്ട്. അതങ്ങോട്ട് പൊട്ടിച്ച് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നും. വാങ്ങിയ വെള്ളം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ബോട്ടിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തുള്ള വെള്ളം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാങ്ങിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. പോണ വഴിക്ക് ആർക്കെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് ഒഴിച്ച് വെച്ചതാണ്. എന്നിട്ടും നമ്മുടെ വിശപ്പടങ്ങാഞ്ഞിട്ട് ഞാനും വിനയും കൂടെ വീണ്ടും താഴേക്ക് പോയിട്ടോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി നൂഡിൽസും ടൊമാറ്റോ സോസും കൂടെ മേടിച്ചിട്ട് വരികയാണ് കേട്ടോ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക്. നൂഡിൽസ് മേടിച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോസ് ഇല്ലാതെ കഴിക്കുമ്പോൾ എന്തോ പോലാണ് കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു സോസും മേടിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഗായ്സ്.
പൊരിയുന്ന വെയില്. ഇവിടെ വന്നിട്ട് ഒരുത്തേ മിസ്സിങ് നോക്കിയപ്പോ ദേ പോയിക്കുന്നു കൊട ഇറങ്ങി പാടി വേഗം പാടി. അവിടുന്ന് കൊടയും നോക്കിക്കൊണ്ട് വരും, നമ്മളിവിടെ നിന്ന് വെയിലും കൊള്ളുന്നു. അത് നല്ല ഏർപ്പാടായിപ്പോയി. നോക്കിയേ, ഇങ്ങനെ വേണം. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 3 മണി 3:30 ആയപ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ബസ് കയറിയത്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഡയറക്റ്റ് ബസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമാർ രണ്ടുപേരും രാമൻകുളങ്ങര ഇറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ എൻ്റെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം ഇങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്തൊക്കെ നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പിരിക്കുമ്പം ചെറിയൊരു വിഷമം, അത് ആർക്കായാലും ഇങ്ങനെ ഉള്ളതാണല്ലോ. അങ്ങനെ എന്തായാലും അവളുമാർ പോവുകയാണ്. ക്ലാസ്സും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടാലായി. അങ്ങനെ അവളുമാരുടെ അടുത്ത ബസ് കയറി വീട്ടിൽ പോയി. അങ്ങനെ ലാസ്റ്റ് ഞാൻ മാത്രമേ ആയില്ലേ നടന്ന് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഒരു പരിവായി. ഇപ്പം തന്നെ ടൈം എത്രയാ? 4 മണി ആവാനായിട്ട് പോകുന്നുണ്ട്. രാവിലെ 10:30 ആയപ്പം 10:45 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.